ഹോങ്കോങ്ങിൽ താമസ കെട്ടിടങ്ങളിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 13 പേർ പൊള്ളലേറ്റ് മരിച്ചു. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പേരുകളുമായി മുഹമ്മദ് സാലി ചേരുന്നുണ്ട്. സാലി, എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്? 13 പേർ മരിച്ചെന്നുള്ള റിപ്പോർട്ടുകളാണ്. എത്ര കാഷ്വാലിറ്റി ഉണ്ട്? ധന്യ, ഹോങ്കോങ്ങിലെ വടക്കൻ തായ്പേയിലാണ് ഇത്തരത്തിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ 13 മരണം 15 പേർക്ക് എന്ന ഒരു കണക്കാണ് നിലവിൽ വരുന്നത്. പക്ഷേ ഈ കണക്കിലപ്പുറം ഭീതിപ്പെടുത്തുന്നതാണ് അവിടെ നിലവിലുള്ള സാഹചര്യം. ലോകത്ത് തന്നെ വലിയ തോതിൽ ജനസാന്ദ്രതയുള്ള ഒരു മേഖലയാണ് ഹോങ്കോങ്ങിലെ വടക്കൻ തായ്പേയ് എന്ന് പറയുന്നത്. ഇവിടെ 31 നിലകളുള്ള ഒരു താമസ പാർപ്പിട സമുച്ചയത്തിലാണ് ആദ്യം തീപിടുത്തം ഉണ്ടാകുന്നത്. പിന്നീട് ഈ തീ മറ്റ് പാർപ്പിട സമുച്ചയങ്ങളിലേക്ക് കൂടി പടർന്നു പിടിക്കുകയായിരുന്നു. ഇത്തരത്തിൽ 1/2 കിലോമീറ്റർ അപ്പുറം വരെ തീയും പുക ഉയരുന്ന വിധത്തിൽ, അതായത് പുകയും മണവും വരുന്ന വിധത്തിൽ വലിയ തീപിടുത്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. 700 അഗ്നിശമന സേനാംഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പാർപ്പിട സമുച്ചയങ്ങളിൽ 5000-ഓളം പേർ താമസിക്കുന്നുണ്ട്. ഇവരിൽ എത്ര പേർ ഈ പാർപ്പിട സമുച്ചയത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന കണക്ക് ഇപ്പോഴും അവിടുത്തെ അധികാരികൾക്ക് ലഭ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഇപ്പോൾ പുറത്തെടുത്ത മൃതദേഹങ്ങളുടെ എണ്ണമാണ് 13 എന്നത്. 15 പേരെ പരിക്കുകളോടെയും പുറത്തെത്തിക്കാൻ സാധിച്ചു. പക്ഷേ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നവർ എത്രയെന്ന് ഇതുവരെ കണക്കുകളില്ല. ഒരു പക്ഷേ അത് ആയിരങ്ങളാകാം, അല്ലെങ്കിൽ എന്തായാലും 100 കണക്കിന് പേർ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നു എന്ന് അവിടുത്തെ പ്രദേശവാസികൾ നിർബന്ധമായും പറയുന്നുണ്ട്. അത് ആയിരങ്ങൾ ആകാം എന്നുവരെ പറയുന്നു. പക്ഷേ ഇപ്പോഴും അവിടെ വലിയ തോതിലുള്ള രക്ഷാദൗത്യം സാധ്യമാകുന്ന നിലയില്ല. തീ ആളിക്കത്തുന്ന സാഹചര്യമാണുള്ളത്. മറ്റ് പാർപ്പിട സമുച്ചയങ്ങളിലേക്ക് കൂടി ഈ തീ പടർന്നു പിടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ധന്യ.